Hi everyone, good morning. അപ്പോൾ നമ്മൾ നമ്മുടെ QM2-ലെ റിലേറ്റിവിസ്റ്റിക് വേവ് ഇക്വേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, വിച്ച് ഈസ് ദ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഫ്രീ പാർട്ടിക്കിൾ അല്ല മീൻസ് നമ്മുടെ പാർട്ടിക്കിൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താവും, ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. സോ ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് ഫ്രീ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ വെക്റ്റർ പൊട്ടൻഷ്യൽ എയും സ്കേലാർ പൊട്ടൻഷ്യൽ ഫൈയും ആണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഇ. നമ്മളപ്പം ഇലക്ട്രോണിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. വെർ ഈസ് ദ ഇലക്ട്രിക് ചാർജ്. അപ്പം നമ്മുടെ ഈ ഒരു പാർട്ടിക്കിളെ എക്സ്റ്റേണൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻറ്റും എനർജിയും എന്തെയും ചേഞ്ച് ചെയ്യും. സോ ദ മൊമെൻറ്റം ഈസ് ചേഞ്ചസ് ആസ് P is equal to P minus E by CA and the energy becomes E is equal to E minus E phi. അപ്പോൾ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറാക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ഡിറാക് ഇക്വേഷൻ എഴുതാം. ദെൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഡിറാക് ഇക്വേഷനും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഡിറാക് ഇക്വേഷൻ HSI പറഞ്ഞാൽ IH ഡോട്ട് സൈ ബൈ ഡോട്ട് ടി വിച്ച് ഈസ് ഈക്വൽ ടു HSI ഈസ് ഈക്വൽ ടു C ഇൻറ്റു ആൽഫ ഡോട്ട് പി സൈ പ്ലസ് ബീറ്റ MC സ്ക്വയർ സൈ. വെൻ പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് ദിസ് ബിക്കംസ് ഈ എന്താവും ചേഞ്ച് ചെയ്യും, വിച്ച് ബിക്കംസ് E മൈനസ് E ഫൈ സൈ ഈക്വൽ ടു C ഇൻറ്റു ആൽഫ ഡോട്ട് പി. പിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല, അത് കുറച്ചുകൂടെ ലെങ്തി ആയതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റിലേക്ക് ആവശ്യം വരുമ്പോൾ ചെയ്യാം. C into alpha dot p psi plus beta MC square psi. Put it as equation number 1. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഒരു പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 4 കമ്പോണൻറ്റ് മെട്രിക്സിനെ 2 കമ്പോണൻറ്റ് മെട്രിക്സ് ആക്കിയൊക്കെ ഡിഫൈൻ ചെയ്തത് ഓർമ്മയില്ലേ? അതേപോലെ നമ്മൾ ഇവിടെ നമ്മുടെ സൈ എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആണ് വിത്ത് 4 കമ്പോണൻറ്റ്. അത് നമ്മളൊരു 2 കമ്പോണൻ്റ് ആയിട്ടുള്ള 5 കൈ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. മീൻസ് സിംപ്ലിഫിക്കേഷന് വേണ്ടി എഴുതാണ്. വേർ ഫൈ ഈസ് ഈക്വൽ ടു സൈ 1 സൈ 2. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. വേർ ഫൈ ഈസ് ഈക്വൽ ടു സൈ 1 സൈ 2 ആൻഡ് കൈ ഈസ് ഈക്വൽ ടു സൈ 3 സൈ 4 ബി ദ ഇക്വേഷൻ നമ്പർ 3. Also we have alpha k is equal to 0 sigma k. Alpha k is equal to 0 matrix 0 sigma k 0 and beta is the gamma 4 which is equal to I 0 0 minus I. Combine these two equations, put it as equation number 4. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 4, ഇക്വേഷൻ നമ്പർ 2 ഇങ്ങനെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഇക്വേഷൻ നമ്പർ 4ഉം 2ഉം ഇക്വേഷൻ നമ്പർ 2ലാണ് ഇക്വേഷൻ നമ്പർ 1ലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ ഫസ്റ്റ് എഴുതിയ എക്സ്റ്റേണൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഡിറാക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ എന്ത് കിട്ടും, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, E മൈനസ് E ഫൈ ഇൻറ്റു ഫൈ കൈ വിച്ച് ഈസ് ഈക്വൽ ടു C ഇൻറ്റു 0 സിഗ്മ ഡോട്ട് പി 0 ഫൈ കൈ പ്ലസ് MC സ്ക്വയർ I 0 മൈനസ് I ഫൈ കൈ. എക്സ്പാൻഡിങ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ E മൈനസ് E ഫൈ ഈസ് ഈക്വൽ ടു C ഇൻറ്റു സിഗ്മ ഡോട്ട് പി കൈ പ്ലസ് MC സ്ക്വയർ ഫൈ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 5. Similarly E minus E phi chi is equal to C into sigma dot P phi minus MC square chi. Put it as equation number 6. Equation number 5നെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, E minus E phi minus MC square phi is equal to C into sigma dot P chi. അതിൽ നിന്ന് phi is equal to C into sigma dot P ഡിവൈഡഡ് ബൈ E മൈനസ് E ഫൈ മൈനസ് MC സ്ക്വയർ കൈ. ഈ ഫൈയും മാറിപ്പോകരുത്. ഈ ഫൈ എന്ന് പറഞ്ഞാൽ സ്കാലർ പൊട്ടൻഷ്യലാണ്. ഇവിടെ നമ്മൾ 2 കമ്പോണൻറ്റ് മെട്രിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫൈ ആണ്. അപ്പം സ്മോൾ ഫൈയും ക്യാപിറ്റൽ ഫൈയും മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ എഴുതുക. ഓക്കെ. സിമിലർലി ഈ ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കൈ ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതിയില്ല, ജസ്റ്റ് എക്സ്പ്രഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ, C ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ E മൈനസ് E ഫൈ പ്ലസ് MC സ്ക്വയർ ഫൈ. ഈ രണ്ട് ഇക്വേഷനും 7A 7B പറഞ്ഞു കൊടുത്തു. ഇനി 7Aയിൽ ഞാൻ ഈസ് ഈക്വൽ ടു E ഡാഷ് മൈനസ് MC സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 7A അതായത് നെഗറ്റീവ് എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, C ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ E ഡാഷ് മൈനസ് E ഫൈ മൈനസ് 2MC സ്ക്വയർ കൈ. അതേപോലെ ഇക്വേഷൻ 7Bയിൽ, അതായത് 7B ഇതല്ലേ, 2 7A കൊടുത്തത്, ഇത് 7B ആണ്. 7Bയിൽ ഈസ് ഈക്വൽ ടു E ഡാഷ് പ്ലസ് MC സ്ക്വയർ ഒന്നും കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സോ വി ഗെറ്റ് കൈ ഈസ് ഈക്വൽ ടു C ഇൻറ്റു
sigma dot p divided by e dash minus e phi plus 2mc square phi. Put it as equation number 9. In equation 8 9 നമുക്ക് നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് കൺസിഡർ ചെയ്യാം. ഇൻ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് മോഡ്ലെസ് e dash minus e phi is very very less than 2mc square and p is the momentum and e dash minus e phi ആണ് കൈനറ്റിക് എനർജി. മോഡ് p is very very less than mc. അപ്പോൾ കൈൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? ഈ ഒരു എക്സ്പ്രഷനിൽ ഡിനോമിനേറ്ററിൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് ടേമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ടേമും എന്താണ്? മൈന്യൂട്ടാണ്. സോ നെഗ്ലക്റ്റ് ചെയ്യുക. അപ്പം 2mc² വരും. സി ഗെറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ കൈ ഈസ് ഈക്വൽ ടു സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ 2mc phi വിച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ 5 അല്ലേ? ഈ ഫൈനെ കമ്പയർ ചെയ്യുമ്പം ഈ സി എന്താണ്? ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പം ഇൻറ്റു 5 വരുമ്പോൾ ഇത് അത്രയും സ്മോൾ ആയിരിക്കും. കൈയിനെ കമ്പയർ ചെയ്യുമ്പോൾ കൈയും ഫൈയും കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ 5. ഓക്കെ അല്ലേ? ഇതെന്തിനാണ്? ഫോർ പോസിറ്റീവ് എനർജി. സിമിലർലി നമ്മൾ ഫൈൻ്റെ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യുമ്പോൾ വി ഗെറ്റ് മൈനസ് സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ 2mc² കൈ വിച്ച് ഈസ് വെരി വെരി ലെസ് ദാൻ കൈ. അപ്പം നമുക്ക് ആ ഒരു എക്സ്പ്രഷന്, അതായത് പോസിറ്റീവ് എനർജി ഉള്ള സ്റ്റേറ്റിൽ, അതായത് ഇതാണ് പോസിറ്റീവ് എനർജി ഉള്ള സ്റ്റേറ്റിൽ ഫൈ ആണെന്ത്? ലാർജ് കോമ്പോണൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് കൈ ഈസ് ദ സ്മോൾ കോമ്പോണൻറ്റ്. അതെന്തുകൊണ്ടാണ് മനസ്സിലായോ? കൈ ഈസ് ഈക്വൽ ടു നമുക്ക് ദിസ് ടേം ഇൻറ്റു 5 അല്ലേ? ദിസ് ടേം ഇൻറ്റു 5. അപ്പോൾ 5നെ കൺസിഡർ ചെയ്യുമ്പം ഡിവൈഡഡ് ബൈ ഇൻറ്റു 1/c ആണ്, അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ c ആണ്. അപ്പോൾ കൈ 5നെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ 5 ഈസ് ദ ലാർജ് കമ്പോണൻറ്റ് ആൻഡ് കൈ ഈസ് ദ സ്മോൾ കമ്പോണൻറ്റ് ഫോർ പോസിറ്റീവ് എനർജി വാല്യൂ. ആൻഡ് നെഗറ്റീവ് എനർജി വാല്യൂ നേരെ അതിൻ്റെ റിവേഴ്സ് ആയിരിക്കും. ഇവിടെ ലാർജ് കോമ്പോണൻറ്റ് കയ്യും ആയിരിക്കും, സ്മോൾ കോമ്പോണൻറ്റ് എന്തായിരിക്കും? ഫൈയും ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഈ പോസിറ്റീവിലും നെഗറ്റീവിലും ലാർജും സ്മോൾ കോമ്പോണൻറ്റും തമ്മിലുള്ള കൺഫ്യൂഷൻ ഇല്ല. ഇനി നമ്മുടെ ഇക്വേഷൻ 10 ഇക്വേഷൻ 5 ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 10ഉം 5ഉം ഒന്ന് ജസ്റ്റ് നോക്കുക. ഇക്വേഷൻ 10 ആദ്യം എഴുതി എക്സ്പ്രഷനാണ്. അപ്പോൾ എന്ത് കിട്ടും? e മൈനസ് e phi is equal to c ഇൻറ്റു സിഗ്മ ഡോട്ട് പി. ഇക്വേഷൻ 5 ദെൻ ഇക്വേഷൻ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കൈക്ക് പകരം. സിഗ്മ ഡോട്ട് പി ഡിവൈഡഡ് ബൈ 2mc phi പ്ലസ് mc² phi. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം e മൈനസ് mc² phi is equal to സിഗ്മ ഡോട്ട് പി ഹോൾ സ്ക്വയർ ബൈ 2m പ്ലസ് e phi ഇൻറ്റു 5. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 12. അപ്പോൾ നമുക്ക് ഇതിലൊരു സിഗ്മ ഡോട്ട് പി ഹോൾ സ്ക്വയർ ഉണ്ട്. സിഗ്മ ഡോട്ട് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഡോട്ട് പി ഇൻറ്റു സിഗ്മ ഡോട്ട് പി. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് സിഗ്മ ഡോട്ട് പി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു p² ആണ്. ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മുടെ പിക്ക് ഇവിടെ വാല്യൂ p ഇസ് ഈക്വൽ ടു p മൈനസ് e ബൈ c a. ആക്ച്വലി സിഗ്മ ഡോട്ട് എ ഇൻറ്റു സിഗ്മ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ എന്നാണ് നമുക്ക് നേരത്തെ p² എന്ന് കിട്ടിയത്. അതെങ്ങനെയാണ്? സിഗ്മ ഡോട്ട് എ ഇൻറ്റു സിഗ്മ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു a ഡോട്ട് ബി പ്ലസ് i സിഗ്മ ഇൻറ്റു a ക്രോസ് ബി. അപ്പോൾ എന്ത് വരും? p² പ്ലസ് i സിഗ്മ ഇൻറ്റു p ക്രോസ് പി. p ക്രോസ് പി എന്തായിരിക്കും? 0 ആയിട്ട് വരുമായിരുന്നു. അപ്പോൾ p² മാത്രമായിട്ട് വരും. പക്ഷേ ഇവിടെ p ക്രോസ് പി നമുക്ക് കാണണം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? പിക്ക് വാല്യൂ കൊടുത്താൽ p മൈനസ് e ബൈ c a ഹോൾ സ്ക്വയർ ഉണ്ട്. അവിടെ p² അല്ലേ? ഹോൾ സ്ക്വയർ പ്ലസ് i സിഗ്മ ഡോട്ട് p ക്രോസ് പി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 13. ആദ്യം 13 കണ്ട ഇതിൽ ആദ്യം നമുക്ക് സിഗ്മ ഡോട്ട് പി ഹോൾ സ്ക്വയർ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ്പാൻഡ് ചെയ്തപ്പം 13 കിട്ടി. ഈ 13 എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം p ക്രോസ് പി എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ പീൻ്റെ വാല്യൂ കൊടുത്ത് നമുക്ക് p ക്രോസ് പി കണ്ടുപിടിക്കാം. സോ p ക്രോസ് പി കൊടുക്കുമ്പോൾ ജസ്റ്റ് p ക്രോസ് പി ഇസ് ഈക്വൽ ടു p മൈനസ് e ബൈ c a ക്രോസ് p മൈനസ് e ബൈ c a. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് p ക്രോസ് പിയും 0 ആയിരിക്കും, a ക്രോസ് എയും 0 ആയിരിക്കും. പക്ഷേ ഈ ക്രോസ് ടേംസ് വരുന്നത് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ p ക്രോസ് പി 0 ആവാതെ നിൽക്കുന്നത്. മൈനസ് e ബൈ സി ഇൻറ്റു ഒരു a ക്രോസ് പി എന്നുള്ള ടേമും വരും, p ക്രോസ് എ എന്നുള്ള ടേം ഉണ്ടാവും. ഒരു ഇക്വേഷൻ്റെ മൈനസ് p ക്രോസ് എ ഈക്വൽ ടു a ക്രോസ് പി പ്ലസ് i h ഡെൽ ക്രോസ് എ. ആ ഒരു ഇക്വേഷന് a ക്രോസ് പി പ്ലസ് p ക്രോസ് എ ഈക്വൽ ടു മൈനസ് i h ഡെൽ ക്രോസ് എ എന്ന് കിട്ടും. വി ഹാവ് ഡെൽ ക്രോസ് എ i ആണ്. ദെൻ മൈനസ് മൈനസ് ക്യാൻസൽ. ദെൻ i ഇൻറ്റു e h ബൈ c ഇൻറ്റു b. ദെൻ പിയും എയും തമ്മിലുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻ മൈനസ് ഐ എച്ച് ഡോ എ ബൈ ഡോ ക്യൂ. ഈ റിലേഷൻ എന്നാണ് ഈ ഒരു റിലേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ സിഗ്മ ഡോട്ട് പി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? p മൈനസ് e ബൈ സി എ ഹോൾ സ്ക്വയർ മൈനസ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ i സിഗ്മ ഡോട്ട് p ക്രോസ് പി അല്ലേ? അപ്പം അത് ഐയും ക്യാൻസൽ ചെയ്യും. ദെൻ മൈനസ് മീൻസ് -1 വരും. ദെൻ e h ബൈ സി ഇൻറ്റു സിഗ്മ ഡോട്ട് ബി വരും. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 14. ഈ 14 ഇക്വേഷൻ നമ്പർ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട, കാരണം നമ്മൾ ആദ്യം 14 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദെൻ 13 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്.
ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ എഴുതി ഐഡിയ കിട്ടും. ദെൻ അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ മൈനസ് എം സി സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു 1/2m ഇൻറ്റു പി മൈനസ് ഈ 1/2m ഈ രണ്ട് ടേമിനും കോമൺ ആണ്. പി മൈനസ് ഇ ബൈ സി എ ഹോൾ സ്ക്വയർ മൈനസ് ഇ എച്ച് കട്ട് ബൈ സി സിഗ്മ ഡോട്ട് ബി പ്ലസ് ഇ ഫൈ ഓഫ് ഫൈ. എഗൈൻ ഞാൻ പറഞ്ഞു ഈ ഫൈയും മാറിപ്പോകരുത്. പൊട്ടിറ്റാസ് ഇക്വേഷൻ നമ്പർ 15. ഇനി നമ്മൾ ഇതിൻ്റെ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് കൺസിഡർ ചെയ്യുക മീൻസ് എന്താണ്? വിൻ്റെ വാല്യൂ സീനെ കമ്പയർ ചെയ്യുമ്പം വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നമുക്ക് ഇ മൈനസ് എം സി സ്ക്വയർ ഫൈ ഈക്വൽ ടു എച്ചിൻ്റെ ഫൈ ഇത് ക്യാപിറ്റൽ ഫൈ ആണ്. ഐ എച്ച് കട്ട് ഡോ ഫൈ ബൈ ഡോ ടി ദാറ്റ് ഈസ് ഐ എച്ച് കട്ട് ഡോ ഫൈ ബൈ ഡോ ടി. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ എച്ച് കട്ട് ഡോ ഫൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 1/2m പി മൈനസ് ഇ ബൈ സി ഹോൾ സ്ക്വയർ മൈനസ് ഇ എച്ച് കട്ട് ബൈ ഈ 2 കോമൺ ആയിട്ട് എടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഈ 1/2m ഈ രണ്ട് ടേമിനും കോമൺ ആണ്. 1/2mc ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്ലസ് ഇ ഫൈ ഓഫ് ഫൈ. പുട്ടിട്ട് ഇക്വേഷൻ നമ്പർ 15. ഈ ഇക്വേഷൻ നമ്പർ 15 എന്ത് പറയുന്നത്? ഇലക്ട്രോണിൻ്റെ പോളീസ് ഇക്വേഷൻ. ഇക്വേഷൻ 15 ഈസ് നോൺ ആസ് ദ പോളീസ് ഇക്വേഷൻ ഫോർ ദ ഇലക്ട്രോൺ. ഇനി ഇതിലെ ഈ സെക്കൻഡ് ടേം ഒന്ന് കൺസിഡർ ചെയ്യാം. ഈ ആർ എച്ച് എസിലെ ഈ സെക്കൻഡ് ടേം ആണ് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജിയാണ്. എങ്ങനെ? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത്? ഈ സെക്കൻഡ് ടേം ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി വിത്ത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ടേം പൊട്ടൻഷ്യൽ എനർജി വിത്ത് മാഗ്നറ്റൈസേഷൻ ഇ എച്ച് കട്ട് ബൈ 2mc സിഗ്മ. അതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജീൻ്റെ എക്സ്പ്രഷൻ പൊട്ടൻഷ്യൽ എനർജി യൂസ് ഈക്വൽ ടു എം ഡോട്ട് ബി ആണ്. അപ്പോൾ ബി അവിടെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ടേമൊക്കെ ഇവിടെ എന്തായിരിക്കും? എം ആയിരിക്കും വിത്ത് മാഗ്നറ്റിക് എക്സേഷൻ ഇ എച്ച് കട്ട് ബൈ 2mc സിഗ്മ. എന്താ സിഗ്മൻ്റെ കറസ്പോണ്ടിങ് ഇത് ഓറിയൻ്റ് ചെയ്ത് നമ്മൾ അധികം സെറ്റ് ആക്സിസിലാണ് എടുക്കാറ്. എങ്കിലും ഏത് ആക്സിസിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. കൺവെൻഷനായിട്ട് സെറ്റ് ആക്സിസ് ആണ് ചൂസ് ചെയ്യുക. അത് അറ്റോമിക് ആണെങ്കിലും ഒരു സ്പെക്ട്രോസ്കോപ്പിൻ്റെ ആ റൂളാണ്. എന്തായാലും അതിൻ്റെ ഐഗൺ വാല്യൂ സിഗ്മ ഈക്വൽ ടു +or-1 ആവും. സോ എം ഒബ്സർവ്ഡ് ഈക്വൽ ടു എം expectation mz which is equal to +or- mu b with the value of mu b as eh cut by 2mc. Okay, where mu b is the Bohr magnitude. അപ്പം ഇതെന്താ വെച്ചാൽ ഒബ്സർവ്ഡ് ചെയ്ത വാല്യൂ ആയിട്ടും നമ്മൾ ഈ ഡിറാക് ഇക്വേഷൻ വെച്ച് ചെയ്തപ്പം കിട്ടുന്ന റിസൾട്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ദ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ഡിറാക് ഇക്വേഷന് കുറച്ചുകൂടെ ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൾറെഡി കണ്ടുപിടിച്ചതും ഇവിടെ ഒബ്സർവ് ചെയ്തത് +or- mu ബിൻ്റെ വാല്യൂ ഇതാണ്. ഇതിൻ്റെ വാല്യൂ ഓൾറെഡി ഒബ്സർവ് ചെയ്ത വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് ചെയ്യുന്നുണ്ട്. വിച്ച് സ്ട്രെങ്തൻ ദ ഡിറാക് ഇക്വേഷൻ. അപ്പോൾ ഓൾറെഡി ഒരു മാഗ്നറ്റിക് കേസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്. ഇനി ഇക്വേഷൻ 10 ലെവലിലും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 10 ലെവലിൽ ഒരു φ ഓഫ് എക്സും കൈ ഓഫ് എക്സും ഉണ്ട്. ഇതിനെ വിളിക്കുക. ഇതെന്താണ്? നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ഓഫ് ψ ഓഫ് എക്സ് എന്നാണ്. ψ ഓഫ് എക്സിൻ്റെ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റാണ്. അപ്പോൾ അതിൽ തന്നെ φ ഓഫ് എക്സ് പറയുന്നത് പോസിറ്റീവ് എനർജിക്കും കൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിക്കും. രണ്ടും എന്താണ്? 2 കമ്പോണൻറ്റ് ഇതാണ്. ψ ഒരു 4 കമ്പോണൻ്റ് ആണെങ്കിലും ഫൈയും കയ്യും എന്താണ്? ഒരു 2 കമ്പോണൻ്റ് ആണ്. അപ്പം നമ്മൾ ഈ നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റിൽ സൈനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് φ ഓഫ് എക്സും കൈ ഓഫ് എക്സും വെച്ചിട്ട് കറസ്പോണ്ടിങ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എനർജി റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡിറാക് ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നോൺ റിലേറ്റിവിസ്റ്റിക് ഡിറാക് ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതാണ് ωnr. ഈ NR പറഞ്ഞ നോൺ റിലേറ്റിവിസ്റ്റിക് ആണ്. വിച്ച് ഈസ് ദ നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വലൻ്റ് അല്ലെങ്കിൽ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ഓഫ് ദ ഡിറാക് ഓപ്പറേറ്റർ ഒമേഗ അല്ലെങ്കിൽ നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വലൻ്റ് ഓഫ് ഡിറാക് ഓപ്പറേറ്റർ ഒമേഗ. അപ്പം അതിൽ തന്നെ ഈ നോൺ റിലേറ്റീവ് ഒരു ഓപ്പറേറ്റർ നമ്മൾ ആക്ട് ചെയ്യുകയാണ്. അതായത് ψ എന്നുള്ളൊരു സ്റ്റേറ്റും ψ എന്നുള്ള ഒരു ജനറൽ സ്റ്റേറ്റും ആക്ട് ചെയ്താൽ ψb ഒമേഗ ψa എന്ത് ചെയ്യും? നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ അതെന്താവും? φb ഒമേഗ NR φa ഫോർ പോസിറ്റീവ് എനർജി. നെഗറ്റീവ് എനർജിക്ക് അതെന്താവും? κb ഒമേഗ NR കൈ. ഇപ്പം നിങ്ങൾക്ക് പറയാം നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ ഈ ഡിറാക് ഓപ്പറേറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്ററാണ് എന്ത്? ωnr. ഇനി അത് ഓൾറെഡി
ഇതേപോലെ നമുക്ക് ഒരു ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് phi plus or minus is equal to half into I plus beta. I is the identity and beta is the gamma form. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കേണ്ട. ഈ പൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്. ഇപ്പോൾ പൈ പ്ലസ് ഓർ മൈനസ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പൈ പ്ലസ് ഓർ മൈനസ് ആൻഡ് പൈ പ്ലസ് പൈ മൈനസ് ഇസ് ഈക്വൽ ടു ഇസ് എ നൾ മാറ്റർ. അപ്പോൾ ഓരോന്നിനും ഇക്വേഷന് ഞാൻ കുറച്ച് നമ്പർ നോക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ കൂടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ പൈ പ്ലസ് ആൻഡ് പൈ മൈനസ് എന്താണ്? പ്രൊജക്ഷൻ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇത് എവിടെ ആക്ട് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് പ്രൊജക്റ്റ് ചെയ്യും, ആ ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. അതിൻ്റെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ് ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും. +1 ആൻഡ് പൈ പ്ലസ് ആണെങ്കിൽ +1ഉം പൈ മൈനസ് ആണെങ്കിൽ -1 റെസ്പെക്റ്റീവ്ലി. ദാറ്റ് ഈസ് പൈ പ്ലസ് ആക്ടിങ് ഓൺ സൈ വി ഗെറ്റ് സൈ പ്ലസ്, ഇവിടെ ഏഗൻ വാല്യൂ +1 ആണ്. ദെൻ പൈ മൈനസ് സൈയിൽ ആക്ട് ചെയ്യുക വെച്ചാൽ എന്ത് കിട്ടും? പൈ സൈ മൈനസ് കിട്ടും. ഓക്കെ, ഇനി ബീറ്റയും സൈ പ്ലസും ആയിട്ടുള്ള റിലേഷൻ നോക്കാം. ബീറ്റ സൈ പ്ലസ് ഓർ മൈനസിൽ ആക്ട് ചെയ്താൽ പ്ലസ് ഓർ മൈനസ് സൈ പ്ലസ് ഓർ മൈനസ് ആക്കിയിട്ട്, ദെൻ ബീറ്റ പൈ പ്ലസ് ഓർ മൈനസിൽ ആക്ട് ചെയ്താൽ പ്ലസ് ഓർ മൈനസ് പൈ പ്ലസ് ഓർ മൈനസ്. ഓക്കെ അല്ലേ? ബീറ്റ സൈ പ്ലസ്സിൽ ആക്ട് ചെയ്താലും പൈ പ്ലസ്സിൽ ആക്ട് ചെയ്താലും ഈഗൻ വാല്യൂസ് എന്താണ്? +or-1 ആണ്. ഇത് സെയിം. ഇനി സൈ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് സൈ ഈസ് ഈക്വൽ ടു സൈ പ്ലസ് പ്ലസ് സൈ മൈനസ് ആയിരിക്കും. എഗെയിൻ വേറൊരു പ്രോപ്പർട്ടിയാണ് പൈയുടെ പൈ പ്ലസ് പ്ലസ് പൈ മൈനസ് എന്താണ്? ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ് വിച്ച് ഈസ് 1. ഇനി നമ്മൾ നമ്മുടെ സൈ പ്ലസ് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 കമ്പോണൻറ്റ്. പോസിറ്റീവ് എനർജിയിൽ ഫൈ ലാർജ് കമ്പോണൻറ്റും കൈ സ്മോൾ കമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് സൈ പ്ലസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ഫൈ 0 ആൻഡ് സൈ മൈനസ് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിൻ്റെ കേസിൽ ഫൈ സ്മോൾ കമ്പോണൻറ്റും കൈ ലാർജ് കമ്പോണൻറ്റ്. അപ്പോൾ സൈ മൈനസ് ഇസ് ഈക്വൽ ടു 0 കൈ നോക്കാം. ദെൻ ബീറ്റ ഈ സൈ 1ൽ സൈയിൽ ആക്ട് ചെയ്താൽ എന്ത് കിട്ടും? ബീറ്റ പറഞ്ഞാൽ I 0 0 മൈനസ് I വിച്ച് ഈസ് 5 കൈ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5 മൈനസ് കൈ. ഇനി ബീറ്റ സൈ പ്ലസ്സിൽ ആക്ട് ചെയ്യുക വെച്ചാൽ പ്ലസ് ഐ പ്ലസ് ആണ് കിട്ടുകയെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് പ്ലസ് ഐ പ്ലസ് ഇസ് ഈക്വൽ ടു 5 മൈനസ് 0 ദാറ്റ് ഈസ് 5 0 ആൻഡ് ബീറ്റ സൈ മൈനസിൽ ആക്ട് ചെയ്താൽ മൈനസ് ഐ മൈനസ് വിച്ച് ഈസ് ഈക്വൽ ടു 0 മൈനസ് കൈ 0 കൈ. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ സ്മോൾ വെലോസിറ്റീൻ്റെ ലിമിറ്റിൽ, അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ തന്നെ വേറൊരു കേസാണ് വി ടെൻസ് ടു 0 എന്നുള്ള കേസിൽ. അപ്പോൾ വി ടെൻസ് ടു 0ൽ സൈ അപ്രോച്ചസ് ടു സൈ പ്ലസ് ഫോർ പോസിറ്റീവ് എനർജി. നെഗറ്റീവ് എനർജിൻ്റെ കേസിൽ സൈ ടെൻസ് ടു സൈ മൈനസ്. അപ്പം ഇങ്ങനെ ഒരു കേസൊക്കെ വെച്ചിട്ട് ഡിറാക്ക് പിന്നീട് ചെയ്തത് എന്താ വെച്ചാൽ ഒരുപാട് ഓപ്പറേറ്റേഴ്സിനെ ഡിറാക്ക് കൺസിഡർ ചെയ്തു. ഈ ഡിറാക്ക് ഓപ്പറേറ്റേഴ്സിനെ എല്ലാം 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് ഡിറാക്ക് കണ്ടുപിടിച്ചു. അതെന്തിൻ്റെ ബേസിലാണെന്ന് വെച്ചാൽ ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് വിത്ത് ബീറ്റയും, ചില ഓപ്പറേറ്റേഴ്സ് ബീറ്റ ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ചില ഓപ്പറേറ്റേഴ്സ് ബീറ്റ ആയിട്ട് എന്തില്ല കമ്മ്യൂട്ട് ചെയ്യില്ല. ദാറ്റ് ഈസ് ആൻറ്റി കമ്മ്യൂട്ട് വിത്ത് ബീറ്റ. അപ്പോൾ കമ്മ്യൂട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ ഈവൻ ഓപ്പറേറ്റേഴ്സിനും കമ്മ്യൂട്ട് ചെയ്യാത്ത ഓപ്പറേറ്റേഴ്സിനെ ഓഡ് ഓപ്പറേറ്റേഴ്സ് എന്നും വിളിച്ചു. ബീറ്റ ആയിട്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് വിത്ത് ബീറ്റ ആർ കോൾഡ് ഈവൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ദ ഓപ്പറേറ്റേഴ്സ് ആൻറ്റി കമ്മ്യൂട്ട്സ് വിത്ത് ബീറ്റ ആർ ദ ഓഡ് ഓപ്പറേറ്റേഴ്സ്. അപ്പം എക്സ്പ്രഷൻ എഴുതുന്നത് നോക്കാം. എങ്ങനെ വരും? ബീറ്റ കമ്മ്യൂട്ട് ചെയ്യുക മീൻസ് ഈ എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് ഈവൻ ഓപ്പറേറ്ററും ഒമേഗ ഒ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓഡ് ഓപ്പറേറ്റേഴ്സാണ്. അപ്പം ഈവൻ ഓപ്പറേറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബീറ്റ ഒമേഗ ഈസ് ഈക്വൽ ടു ഒമേഗ ഇ ബീറ്റ. ഓഡ് ഓപ്പറേറ്റേഴ്സ് എന്തില്ല കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ആൻറ്റി കമ്മ്യൂട്ട്. ദാറ്റ് ബീറ്റ ഒമേഗ ഒ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഒ ബീറ്റ. സിമിലർലി ഈവൻ ഓപ്പറേറ്റർ പൈ ഓപ്പറേറ്ററുമായിട്ടുള്ള പ്രോപ്പർട്ടി എന്താണെന്ന് പറഞ്ഞാൽ ഈവൻ ഓപ്പറേറ്റർ വിത്ത് പൈ ഓപ്പറേറ്ററുമായിട്ട് എന്ത് ചെയ്യും? കമ്മ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഒമേഗ ഇ പൈ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു പൈ പ്ലസ് ഓർ മൈനസ് ഒമേഗ ഇ. ഇനി ഓഡ് ഓപ്പറേറ്റർ ആണെങ്കിലോ ഈ റിവേഴ്സ് സൈൻ എന്ത് ചെയ്യുന്നുണ്ട്? റിവേഴ്സ് ചെയ്യുന്നുണ്ട്. ഒമേഗ ഒ വിത്ത് പൈ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു പൈ മൈനസ് ഓർ പ്ലസ് ഒമേഗ ഒ. ഇക്വേഷൻ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് കുറച്ച് യൂസ് ചെയ്യാനുണ്ട്. അപ്പം ഡിറാക്ക് ഓൾസോ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു ഏതൊരു ജനറൽ ആയിട്ടുള്ള ഓപ്പറേറ്ററിനെയും ഇൻ ടേംസ് ഓഫ് ഓഡ് ഓപ്പറേറ്ററിൻ്റെയും ഈവൻ ഓപ്പറേറ്റേഴ്സിൻ്റെയും സമ്മായിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ഇ പ്ലസ് ഒമേഗ. ആൻഡ് ഒമേഗ ഇ ഡിഫൈൻ ചെയ്തത് ഒമേഗ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒമേഗ പ്ലസ് ബീറ്റ ഒമേഗ ബീറ്റ. അതെവിടെയെന്ന് വെച്ചാൽ ഓഡ് ഈവൻ ഓപ്പറേറ്ററിൻ്റെ കേസിൽ ബീറ്റ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ബീറ്റ അല്ലേ. ജസ്റ്റ് 2 സൈഡിലും ഒരു ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ ബീറ്റ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ബീറ്റ സ്ക്വയർ ഈക്വൽ ടു 1 നിൽക്കും. ദാറ്റ് ഈസ് ഒമേഗ ഈക്വൽ ടു ബീറ്റ ഒമേഗ ഐ. അപ്പം ഒമേഗ ഈക്വൽ ടു ബീറ്റ ഒമേഗ ഐ. അപ്പോൾ ഒമേഗ പ്ലസ് ആക്ച്വലി ഇത് ഒമേഗയാണ്, ബീറ്റ ഒമേഗ ബീറ്റ. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 2 ടൈംസ് വരും, ഡിവൈഡഡ് ബൈ 2. സിമിലർലി ഓഡിനാണെങ്കിൽ മൈനസ് വരും, അതുകൊണ്ട് ഇവിടെ മൈനസ്. ഒമേഗ ഓസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഒമേഗ മൈനസ് ബീറ്റ ഒമേഗ ബീറ്റ. ഇനി നമ്മൾ നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വാലൻ്റ് നോക്കുകയാണ്. ഞാൻ കൺസിഡർ ദ നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വാലൻ്റ് ഓഫ് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ, ഈവൻ ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓഡ് ഓപ്പറേറ്റേഴ്സിൻ്റെയും ഓഡ് നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വലൻ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ടുള്ള സൈ ബി ഒമേഗ ഈ സൈ എന്നുള്ളൊരു സ്റ്റേറ്റ് ആക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ യൂസിങ് ഈ ഒരു പ്രോപ്പർട്ടി പൈ പ്ലസ് പൈ മൈനസ് ഈസ് ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററാണ്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. സൈ ബി പൈ പ്ലസ് പൈ മൈനസ് ഒമേഗ ഈ പൈ പ്ലസ് പൈ മൈനസ് ഒമേഗ. അപ്പോൾ ഓരോ ടേമിനും സെപ്പറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ യൂസ് ചെയ്യുന്നത് 23, 17, 18 അങ്ങനെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഈ സിമിലർ ഓപ്പറേറ്റർ വരുന്ന ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ, മറ്റത് എന്ത് ചെയ്ത് പോകും, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഈ പൈ പ്ലസ് ഒമേഗ ഈ പൈ പ്ലസ് വരുന്നതും പൈ മൈനസ് ഒമേഗ ഈ പൈ മൈനസ് വരുന്നതും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഈവൻ ഓപ്പറേറ്ററിൻ്റെ ആ പയ്യുമായിട്ടുള്ള ആ റിലേഷനൊക്കെ വെച്ചിട്ട് ഇത് രണ്ടും എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുക സൈ ബി പ്ലസ് പൈ പ്ലസ് ആക്ട് ചെയ്താൽ സൈ ബി പ്ലസും ഒമേഗ ഈ സൈ എ പ്ലസും സൈ ബി മൈനസ് ഒമേഗ ഈ സൈ എ മൈനസ്. സിമിലർലി നമ്മൾ ഓഡ് ഓപ്പറേറ്ററിൻ്റെ വെച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇത് നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യമായിരിക്കും. സിമിലർ ഓപ്പറേറ്റേഴ്സിൻ്റെ വരുന്ന ടേമോ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആകെ ഡിസിമിലർ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ വരും, സൈ ബി പൈ പ്ലസ് സൈ ഒമേഗ 0 സൈ എ അങ്ങനെ വരും. സൈ ബി പൈ മൈനസ് ഒമേഗ 0 സൈ എ വരും. ദെൻ സൈ ബി പൈ പ്ലസ് ഒമേഗ 0 പൈ പ്ലസ് സൈ എ, സൈ ബി പൈ പ്ലസ് ഒമേഗ 0 സൈ മൈനസ് സൈ എ, സൈ ബി പൈ മൈനസ് ഒമേഗ 0 പൈ പ്ലസ് സൈ എ, സൈ ബി പൈ മൈനസ് ഒമേഗ 0 പൈ മൈനസ് സൈ. അങ്ങനെ 4 ടേമിൽ വരും. അതിൽ നേരത്തെ ചെയ്ത ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ആയിരുന്നു എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, നേരെ റിവേഴ്സായിട്ട് ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ഒഴിവായിട്ട് സെക്കൻഡും തേർഡും, അതായത് സൈ ബി പ്ലസ് ഒമേഗ ഒ സൈ എ മൈനസും സൈ ബി മൈനസ് ഒമേഗ ഒ സൈ എ പ്ലസും എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഒമേഗ ഒയും ഒമേഗ ഇയും കണ്ടുപിടിക്കാൻ. അപ്പോൾ ഒമേഗ പറഞ്ഞാൽ ഇക്വേഷൻ 22 അതായത് ബീറ്റ ഒമേഗ ഇ ഈക്വൽ ടു ഒമേഗ ഇ ബീറ്റ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ബീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഒമേഗ ഇ ഈക്വൽ ടു ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. നേരെ മറിച്ച് അതേ എക്സ്പ്രഷനിൽ നമുക്ക് ഒമേഗ ഒ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗൻ്റെ വാല്യൂ 0 ഒമേഗ 0 പ്ലസ് ഒമേഗ 0 മൈനസ് 0 ആയിരിക്കും. എന്തായാലും ഇതിലുള്ള ഈ ഒമേഗ പ്ലസ് ആയാലും മൈനസ് ആയാലും വിച്ച് ഈസ് എ 2/2 മെട്രിക്സസ്. കാരണം ബീറ്റ 4/4 മെട്രിക്സ് അല്ലേ ആക്ച്വലി, ഐ ഒക്കെ 2/2 മെട്രിക്സ് അല്ല. അതേപോലെ ഈ ഒമേഗ ഈ പ്ലസ് ഒമേഗ മൈനസ് ഒക്കെ എന്താണ്, ഒരു 2/2 മെട്രിക്സ് ആണ്. ഇനി വേറൊരു കാര്യം ഒന്നുകൂടെ നോക്കാനുള്ളത്, നമ്മൾ ഇക്വേഷൻ നമ്പർ 21 കൺസിഡർ ചെയ്യാം. ഇക്വേഷൻ 21 എന്തായിരുന്നു, ഇക്വേഷൻ 21 പറഞ്ഞാൽ സൈ പ്ലസ് 5 0യും സൈ മൈനസ് 0 കയ്യും ആയിരുന്നു ഇക്വേഷൻ 21. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 21 സൈ ബി പ്ലസ് ഒമേഗ ഈ സൈ എ പ്ലസ്സിലായിരിക്കുമ്പോൾ പോസിറ്റീവ് എനർജി ആകുമ്പം ഇത് പ്ലസ് അല്ല, അപ്പോൾ ഇത് വിച്ച് ഈസ് ഈക്വൽ ടു 5b ഒമേഗ ഇ പ്ലസ് 5a എഴുതാം. മൈനസ് ആവുന്ന കേസിൽ അതെന്ത് വരും, കൈ ബി ഒമേഗ ഇ മൈനസ് കൈ എന്ന് എഴുതാം. ഓക്കെ, അതേപോലെ നമ്മൾ ഇക്വേഷൻ നമ്പർ 26 നമ്മൾ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. സൈ ബി ഒമേഗ ഇ സൈ എസ് ഈക്വൽ ടു 5b ഒമേഗ ഇ പ്ലസ് 5a എന്ന് കിട്ടും ഫോർ പോസിറ്റീവ് എനർജി. എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഓരോ കേസിലും സ്പെഷ്യലായിട്ട് എടുത്ത് പറയുകയാണ്. Similarly, psi b omega e psi a again v less than very less than നെഗറ്റീവ് എനർജീൻ്റെ കേസിൽ ഈ ലെസ് ദാൻ 0 എന്ത് കിട്ടും, കൈ ബി ഒമേഗ ഇ മൈനസ് കൈ കിട്ടും. ഇനി ഇതേപോലെ ഇത് ഈവൻ ഓപ്പറേറ്റേഴ്സിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുക. ഓഡ് ഓപ്പറേറ്ററിൽ എന്ത് കിട്ടും, സൈ ബി പ്ലസ് ഒമേഗ ഒ സൈ എ പ്ലസ് എന്താവും, കൈ ബി ഒമേഗ ഒ മൈനസ് കൈ എ. അവിടെ പോസിറ്റീവ് റിവേഴ്സ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഫൈ ആ കിട്ടുന്നെങ്കിൽ ഇവിടെ സൈ ആണ് കിട്ടുന്നത്. സിമിലർലി സൈ ബി മൈനസ് ഒമേഗ ഒ സൈ എ മൈനസ് ഫൈ ബി ഒമേഗ ഒ സൈ എ കിട്ടും. ഇതൊക്കെ ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ പ്രോപ്പർട്ടീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതോടെ ഏകദേശം ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ഇതിൽ 2 ചെറിയ ടോപ്പിക്കും കൂടെ ഉള്ളത്, വേലിക്കേഷനും ഹോൾ തിയറി. ജസ്റ്റ്
നോക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ആകുമ്പോൾ ഏകദേശം നമ്മുടെ 5th മൊഡ്യൂളും കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഏകദേശം QM ഏകദേശം ഒരു 90% കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ഏകദേശം നിങ്ങളുടെ 3rd സെം തന്നെ ഏകദേശം 90% കംപ്ലീറ്റ് ആയി. നിങ്ങൾ ഊഹിക്കുക, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.